ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം കണ്ണിൽ പൊടിയിടാനെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിന് എന്ത് അധികാരമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഭൂമി വിഷയം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്ന് സർക്കാർ വാദിച്ചു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക, കണ്ണിൽ പൊടിയിടുക, ഇതൊരു പ്രശ്നപരിഹാരമല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുകൂടിയാണോ ഹൈക്കോടതി ചോദിക്കുന്നത്? അപർണ, കേന്ദ്ര ഇത്തരത്തിലുള്ള ഉപബോർഡുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു വഖഫ് സംരക്ഷണ സമിതി നൽകിയിരിക്കുന്ന ഹർജി. അത്തരത്തിലായിരുന്നു. ആ ഹർജി പരിഗണിക്കവെയാണ് ഈ പറഞ്ഞതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ എങ്ങനെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് മാത്രമല്ല, മനസ്സ് വെച്ചല്ല ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തിന് എന്ത് അധികാരമാണെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചത് തന്നെ, ഇങ്ങനെ ഒരു കമ്മീഷൻ നിയമിച്ചത് തന്നെ സർക്കാർ കണ്ണിൽ പൊടിയിടാനാണെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ച ഈ സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് ഡയറ്റ് പിന്മാറിയതിനെ തുടർന്നാണ് ഹർജി ഇന്ന് പരിഗണിക്കുന്നതിനോട്ട് മാറ്റിവെച്ചത്. വഖഫ് സംരക്ഷണ വേദിയാണ് ഇത്തരത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാനുള്ള അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്നതാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് തന്നെ അനുബന്ധ നിയമ നിർമ്മാണം മറ്റും കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി പരിഗണിക്കുകയാണ്. ഇക്കാര്യത്തിൽ ബുധനാഴ്ച സംസ്ഥാന സർക്കാർ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഭൂമി വിഷയം അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണ് എന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നം കൃത്യമായ ഒരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോകുന്നതുമായി സംബന്ധിച്ച് മറ്റ് ഏത് തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയും? അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? അപർണ, ഹർജിക്കാരുടെ പരാതി ഇങ്ങനെയാണ്. അത് മുൻപത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്ന സാഹചര്യത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഒരു വിഭാഗമായതുകൊണ്ട് വഖഫ് സംരക്ഷണ വേദി ഇത്തരത്തിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇത് യൂണിയൻ ലിസ്റ്റിൽപ്പെടുന്നതാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് അനുബന്ധ നിയമനിർമ്മാണോ മറ്റു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണ് വരുന്നത്. ആ പരിധി ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്ന് തന്നെയാണ് കോടതി അതേസമയം ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിക്കുന്നതിന് ശേഷമാണ് മുൻപത്തെ ആളുകൾ അല്പം പ്രതീക്ഷയോടു കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ കണ്ടതും. ഓരോ സിറ്റിങ്ങിനും വഖഫ് ബോർഡിന്റേതായ വഖഫ് സംരക്ഷണ സമിതിയുടേതാകട്ടെ, ഫാറൂഖ് കോളേജിന്റേതാകട്ടെ, അതല്ലെങ്കിൽ മുൻപത്തെ സമരക്കാരുടേതാകട്ടെ, ഇവരുടെ എല്ലാം ഭാഗം വളരെ കൃത്യതയോടെ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കേട്ടത്. ഓരോ സിറ്റിങ്ങിനും ഈ കമ്മീഷന്റെ സിറ്റിംഗ് എന്ന് അവര് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ സിറ്റിങ്ങിനും ഹാജരായതും അത്തരത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിച്ചതും അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും 1950 സിറ്റിസ്റ്റേറ്റ് എഴുതി നൽകിയിരിക്കുന്ന ആധാരത്തിൽ വഖഫ് എന്നൊരു വാക്ക് മാത്രം കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസവും മുനമ്പട്ടുകാർ ഉന്നയിച്ചത്. ഇത് പരിഹരിക്കാൻ എന്താണ് സർക്കാരിന് ഇത്ര താമസം എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ ബാക്കിയാകുന്നത്. കാരണം ഇത് ഭൂമി വഖഫ് ബോർഡിന്റേതല്ല എന്ന് വ്യക്തമായിട്ട് വഖഫ് എന്നൊരു വാക്ക് കണ്ട ശേഷം അതിന്റെ പിന്നാലെ അതല്ലെങ്കിൽ ഒരു വഖഫ് ഡീഡ് എഴുതേണ്ട രീതിയിലല്ല, അതൊരു വ്യക്തി ഡീഡാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മുൻപത്തെ ജനത ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അത്തരം സമരം തന്നെയാണ് അവർ നയിക്കുന്നത്. മുൻപത്തെ ജനതയ്ക്ക് ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇത് വഖഫ് ഭൂമി അല്ല, തങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ്, അതല്ലെങ്കിൽ ഫാറൂഖ് കോളേജിന് അത് ഗിഫ്റ്റ് ഡീഡായിട്ടാണ് ചികിത്സ എഴുതി നൽകിയത്, ഇത് വഖഫ് ഡീഡ് അല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നവർ വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് സമരസമിതി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 100ാം ദിവസം കഴിഞ്ഞപ്പോഴും ഇപ്പോൾ പിന്നിട്ടിട്ടും ദിവസങ്ങളായ ശേഷവും സമരം അത്തരത്തിൽ തന്നെ അതേ തീവ്രതയോടെ തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ പോലും ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അതും പ്രതീക്ഷയോടെ തന്നെ ആയിരുന്നു
മുൻപത്തെ അതാണ് മുനമ്പത്തെ ജനങ്ങൾ ആ തരത്തിൽ കാണുക. ഇതിപ്പോൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി നടപടി വരികയും ചെയ്യുമ്പോൾ സമരത്തിന് പിന്തുണ കൊടുക്കുന്ന സഭകളടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നവരടക്കം ഇതിൽ മറ്റേതെങ്കിലും ഒരു ബദൽ മാർഗം ഇനി പറയുന്നുണ്ടോ? ഇത് എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിനപ്പുറത്തേക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു സജഷൻ സമരമുഖത്തുനിന്ന് വരുന്നുണ്ടോ? രണ്ട് സാഹചര്യങ്ങളാണ് മുമ്പിലുള്ളത്. ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണോ എന്ന വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1950 ചികിത്സയുടെ ഈ സൗദി കോളേജ് എഴുതിയ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന നിബന്ധനയോട് കൂടി എഴുതി നൽകിയ ഡിസ്ട്രി ഡീഡാണ് ഇവിടെ ഉള്ളത്. ആ സൗദി കോളേജിന്റെ ഉടമസ്ഥതയിൽ നിന്നുമാണ് ഈ ആളുകൾ, മുൻപത്തെ ആളുകൾ ഭൂമി വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അത് ഡിസ്ട്രി ഡീഡാണെന്ന് വീണ്ടും ആവർത്തിക്കുന്നത് അത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണെങ്കിൽ അല്ലെങ്കിൽ വഖഫായി എഴുതി നൽകുന്ന ഒരു ഭൂമിക്ക് ഇങ്ങനെ നിബന്ധനകൾ വെക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ നിബന്ധനകളോടുകൂടി, അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന നിബന്ധനയോടുകൂടി ഈ ഭൂമി എഴുതി വെച്ചിരിക്കുന്നത് തന്നെ അത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതിന്റെ വ്യക്തത വരുത്തുകയെന്നാണ് മുൻപഞ്ചരണം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം. അതായിരിക്കാം ഒരു പക്ഷെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, വഖഫിന്റെ നിയമം ഭേദഗതി ചെയ്യണം. വഖഫ് നിയമ ഭേദഗതിയിലേക്കാണ് വേണ്ടത് എന്ന്, അതായത് കേന്ദ്ര സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യണം എന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബോർഡിന്, ഒരു വഖഫ് ബോർഡിന് ഇത്രയധികം അധികാരങ്ങൾ നൽകുക എന്നുള്ള ചോദ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫിന്റെ നിയമം, നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യണം. അതിന് കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്നുള്ള ഒരു സാധ്യത കൂടിയാണ്. ഈ രണ്ട് ഓപ്ഷനുകളാണ് ഇവർക്ക് മുന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരുടെ കയ്യിൽ അത് കൃത്യമായ ആധാരമുണ്ട്. അതല്ലെങ്കിൽ അവരേത് തരത്തിലാണ് ആ ഭൂമി വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യ ആധാരമുണ്ട്. അതിന് മുന്നാധാരത്തിലും കൃത്യമായി പറയുന്നു. പക്ഷെ സ്ഥിതിച്ചെത്തി ഈ ഭൂമി എഴുതി കൊടുക്കുമ്പോൾ ഒക്കപ്പായി എഴുതി നൽകുമോ എന്നൊരു ഒറ്റ വാക്ക് ഇതിൽ ചേർത്തതാണ്. ഫാദർ ഫിലിപ്പ് കവിയിൽ നമുക്ക്